ആലി ഭാഗം 44. അപ്പച്ചി, എന്താ പാറുമോളെ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഒരു കാര്യമാക്കുന്ന എന്താ? ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചോദിച്ചോ. ശിവയും അമ്മയുമാണോ എന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും? പാറുവിന്റെ സംസാരം കേട്ട് ശോഭനെ ഒന്ന് ഞെട്ടിയിരുന്നു. ഇപ്പോ മോൾക്ക് എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ? അവർ രണ്ടാളും തന്നെയാണ് പറഞ്ഞത് അവരാണ് എന്റെ അച്ഛനും അമ്മയെന്ന്. കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാനാകാതെ ശോഭന ഒരു നിമിഷം നിന്നിരുന്നു പോയി. അപ്പച്ചി എന്താ ഒന്നും മിണ്ടാത്തേ? അവർ പറഞ്ഞതാണ് മോളെ സത്യം. നിന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും അവരാണ്. പ്രകാശനായിരുന്നു അത് പറഞ്ഞത്. അതെങ്ങനെ ശരിയാകും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാമ. മോളിപ്പോൾ മനസ്സിലാക്കാനുള്ള സമയമായിട്ടില്ല. ഇപ്പോൾ ഇത് മാത്രം അറിഞ്ഞാൽ മതി. ഒരിക്കൽ ഇതെല്ലാം നീ മനസ്സിലാക്കുന്ന ഒരു സമയം വരും. ഏട്ടാ, അവരെല്ലാം അറിഞ്ഞു അപ്പോൾ? അതേടോ, ദാസിന് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ഗായത്രി എങ്ങനെ അറിഞ്ഞു എന്നാണ് മനസ്സിലാകാത്തത്. ഏട്ടാ, ഞാൻ എൻ്റെ മോൻ്റെ അടുത്തൊന്ന് പോയിട്ട് വരട്ടെ. ആ പാറുമോളെ, നീ ഇവിടെ ഇരുന്ന് കളിക്ക്, അപ്പച്ചി ഇപ്പൊ വരാവേ. അത്രയും പറഞ്ഞ് ശോഭന നേരെ ശിവയുടെ റൂമിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ നിലത്തിരുന്ന് പൊട്ടിക്കരയുന്ന ശിവയാണ് ശോഭന കാണുന്നത്. മോനെ? ശോഭന ശിവയുടെ അരികിലേക്ക് ചെന്നിരുന്നു കൊണ്ടായി ചോദിച്ചു. എന്താ മോനെ, എന്തിനാ നീ കരയുന്നത്? അവർ അത് പറഞ്ഞു കഴിഞ്ഞതും ശിവ അവരുടെ നെഞ്ചിലേക്ക് വീണു. ഇത്രയും നാളും തളം കെട്ടിക്കിടന്ന തൻ്റെ കണ്ണുനീർ തുള്ളികളെ അവരുടെ നെഞ്ചിലേക്ക് പെയ്തിറക്കി. സാരമില്ല മോനെ. എത്ര പേരെയാണമ്മേ ഞാൻ ശിക്ഷിച്ചത്. ഒന്നും അറിയാൻ ശ്രമിക്കാതെ ഞാൻ നിങ്ങളെപ്പോലും കുറ്റക്കാരാക്കി. എല്ലാ തെറ്റും മനസ്സിലാക്കി പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന ലക്ഷ്യത്തോടെയാണ് ഗായത്രിയുടെ കൈ ഞാൻ പിടിച്ചത്. എന്നാൽ അവൾ ഇന്നെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. എന്നായാലും അവളെല്ലാം അറിയണ്ടേ മോനെ? ഞാൻ സ്നേഹിച്ചു തുടങ്ങുന്ന എന്തും അധിക നാൾ എൻ്റെ കൂടെ കാണില്ലമ്മേ. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഗായത്രിയും കുഞ്ഞും നിന്നെ വിട്ട് എവിടെയും പോവില്ല. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. പിടിച്ചു വാങ്ങുന്ന ഒന്നല്ലല്ലോ സ്നേഹം, അത് മനസ്സിൽ നിന്ന് വരുന്നതല്ലേ. മോൻ പറഞ്ഞതെല്ലാം ശരിയാണ്. എന്നാൽ അത്ര പെട്ടെന്നൊന്നും ഗായത്രിക്ക് നിന്നെ വിട്ടു പോകാൻ കഴിയില്ല. ശിവ അവരിൽ നിന്നും അകന്നു മാറി. എന്തുകൊണ്ടോ അവരുടെ ആ സംസാരത്തിൽ അവനും പ്രതീക്ഷ വർദ്ധിച്ചിരുന്നു. അവൾ തന്നിൽ നിന്നും പോകില്ല എന്നുള്ള പ്രതീക്ഷ. ഗായത്രി എവിടെയാണ് മോനെ? ബാൽക്കണിയിലുണ്ട്. ശിവയുടെ അടുത്തു നിന്നും നേരെ ശോഭന പോയത് ഗായത്രിയുടെ അടുത്തേക്കായിരുന്നു. മോനെ ന്യായീകരിച്ച് സംസാരിക്കാൻ വന്നതാണെങ്കിൽ എനിക്കൊന്നും കേൾക്കാനില്ല. അവൻ എനിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നീയും. നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കൾ തന്നെയാണ്. അവനെ ന്യായീകരിക്കാനൊന്നും വന്നതല്ല ഞാൻ. അവൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാനും വന്നതല്ല. പിന്നെ എന്താണ് അപ്പച്ചിക്ക് എന്നോട് പറയാനുള്ളത്? സ്വന്തം അച്ഛനും അമ്മയും എന്നെ ചതിച്ചു. എൻ്റെ കുഞ്ഞിനെ എന്നെ ചേച്ചിയെന്ന് വിളിപ്പിച്ചു. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും മോളെ. അറിഞ്ഞുകൊണ്ട് ആരും നിന്നെ ചതിച്ചിട്ടില്ല. അപ്പച്ചി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മോൾക്ക് മനസ്സിലാകും. നീ പാറുമോളെ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ആരോടും തുറന്നു പറഞ്ഞിരുന്നില്ല. ഒരു ദിവസം നീ തലചുറ്റി വീഴുകയും ഡോക്ടർ വന്ന് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് നീ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. അന്ന് നിനക്കറിയാമായിരുന്നു വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആ കുഞ്ഞിനെ വളരാൻ സമ്മതിക്കാതെ നശിപ്പിച്ച് കളയുമെന്ന്. അതുകൊണ്ട് തന്നെ നീ അത് മനഃപൂർവ്വം പറയാനും കൂട്ടാക്കിയിരുന്നില്ല. എല്ലാ സത്യങ്ങളും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് തന്നെയാണ് അവരും കരുതിയത്. നീ മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ശിവ ഡീഡിക്ഷൻ സെൻറ്ററിലായിരുന്നു. അങ്ങനെ 10 മാസത്തെ കാത്തിരിപ്പിന് ശേഷം നീ പാറുവിന് ജന്മം കൊടുത്തു. മോളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ദിവസങ്ങളായിരുന്നു മുന്നോട്ടേക്ക് വരുന്നതെന്ന് പോലും നീ അറിഞ്ഞിരുന്നില്ല. ആ ദിവസങ്ങളിൽ പാറുവിന് 6 മാസം പ്രായമുള്ള സമയത്താണ് നീ സ്റ്റെയറിൽ നിന്ന് ഉരുണ്ടു വീഴുകയും ആ വീഴ്ചയും മോളുടെ ഓർമ്മ പോവുകയും ചെയ്തത്. തലയ്ക്ക് അഗാധമായ മുറിവുണ്ടായിരുന്നു. നിനക്ക് ബോധം വന്നപ്പോൾ 1.5 വർഷത്തെ ഓർമ്മകൾ നിന്റെ ഓർമ്മകളിൽ ഇല്ലെന്നുള്ള സത്യം അവർ തിരിച്ചറിഞ്ഞു. നിന്റെ ഭാവി ഓർത്തിട്ടാണ് അവർ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ഇനി നീ പറ, ഇതെല്ലാം മറച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ ഇന്നൊരു ഡോക്ടറായിട്ട് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുമായിരുന്നു നീ. അവരുടെ മകൾ ഒന്നുമല്ലാതാകുന്നത് ഏതൊരച്ഛനും അമ്മയ്ക്കുമാണ് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നത്. എനിക്കറിയില്ല ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന്. പക്ഷേ സാധാരണ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണോ എൻ്റെ ലൈഫിൽ നടന്നത്? ഗായത്രിയെ അവരുടെ നെഞ്ചോട് അടക്കി പിടിച്ചു. സാധാരണ ഒരു പെൺകുട്ടിക്ക് നടക്കുന്ന കാര്യങ്ങളല്ല മോളുടെ ലൈഫിൽ നടന്നതെന്ന് എല്ലാവർക്കും അറിയാം. നിനക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ എല്ലാം ക്ഷമിച്ച് അവനെ നിന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കോ. പറയുമ്പോൾ എളുപ്പമാണ്, ശിവയോട് പറഞ്ഞേക്ക്.
ഞാൻ എവിടേക്കും പോവില്ല, ഇവിടെ തന്നെ ഉണ്ടെന്ന്. പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം, അതുവരെ എന്നോട് സംസാരിക്കാനോ എന്നെ കാണാനോ വരരുതെന്ന്. ശരി മോളെ. അങ്ങനെ അന്നത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം ശിവയും ഗായത്രിയും പരസ്പരം കാണാനോ സംസാരിക്കാനോ ശ്രമിച്ചിരുന്നില്ല. അതൊരു ആശ്വാസം തന്നെയായിരുന്നു ഗായത്രിക്ക്. അവൾ ഒഴിഞ്ഞു നടക്കുന്നത് കൊണ്ട് തന്നെ പാറുവിനും മനസ്സിലായിരുന്നു ശിവ എന്തോ വലിയ തെറ്റ് തൻ്റെ അമ്മയോട് ചെയ്തിട്ടുണ്ടെന്ന്. പഴയതുപോലെ വലിയ അറ്റാച്ചൊന്നും ഇല്ല ഇപ്പോൾ പാറുവിന് ശിവയോട്. അന്ന് ആദ്യമായിട്ടാണ് ഗായത്രിയെ പാറു അങ്ങനെ കാണുന്നത്. തൻ്റെ അമ്മയെ വിഷമിപ്പിച്ച ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പാറു ശിവയെ വലിയ മൈൻഡ് ചെയ്യാത്തതും. മോളെ. എന്താ ശിവ? ശിവ പാറുവിൻ്റെ അരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു പാറുവിൻ്റെ തോളിൽ പിടിച്ചു. മോളെന്തിനാണ് എന്നോട് പിണങ്ങി നടക്കുന്നത്? അമ്മ എന്തിനാ വിഷമിപ്പിച്ചത്? അമ്മ വിഷമിക്കുന്ന പോലെ തന്നെ മോളുടെ അച്ഛനും വിഷമിക്കുന്നുണ്ട്. അതെന്താ മോള് മനസ്സിലാക്കാത്തത്? ഗായത്രി പിണങ്ങിയാലോ എന്നെ കാണാതിരുന്നാലോ ഞാൻ സഹിക്കും. പക്ഷേ മോളുകൂടി ഇങ്ങനെ കാണിച്ചാൽ അച്ഛന് സഹിക്കാൻ കഴിയില്ലടാ. പരിസരം പോലും മറന്ന് ശിവ പൊട്ടിക്കരഞ്ഞു. അയ്യോ കരയല്ലേ, പാറു മോൾക്ക് വിഷമമാവോ? കണ്ണു തുടക്കി. ഇനി ഞാൻ പിണങ്ങി നടക്കില്ല, പ്ലീസ്. നിഷ്കളങ്ക ഭാവത്തോടെ പാറു ശിവയോടായി പറഞ്ഞു. എന്നാൽ പാറു എത്ര പറഞ്ഞിട്ടും അവന്റെ കരച്ചിൽ അടക്കാൻ കഴിഞ്ഞിരുന്നില്ല ശിവയ്ക്ക്. അച്ഛേ. പാറുവിന്റെ അച്ഛ എന്നുള്ള വിളിയിൽ തന്നെ ശിവ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിരുന്നു. മോളെന്താ വിളിച്ചേ? അച്ഛയെന്ന്. എന്റെ അച്ഛനല്ലേ? ഇനി എന്റെ അമ്മയെ വിഷമിപ്പിക്കുന്നത് കണ്ടാൽ ഞാൻ മിണ്ടത്തില്ല. ഇനി അച്ഛൻ ആരെയും വിഷമിപ്പിക്കത്തില്ല, നിന്റെ അമ്മയെയും. ശിവ തന്റെ സ്നേഹ ചുംബനങ്ങൾ പാറുവിന് നൽകിയിരുന്നു. തിരിച്ചു പാറുവും അവന് കൊടുത്തിരുന്നു മുത്തങ്ങൾ. എന്നാൽ ഇതെല്ലാം തന്നെ ഗായത്രി കാണുന്നുണ്ടായിരുന്നു. എന്തു തന്നെ പറഞ്ഞാലും എൻ്റെ മനസ്സ് ഉടനെയൊന്നും മാറില്ല ശിവ. പാറുവിനെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ എന്നേ ഞാൻ ഇവിടെ നിന്ന് പോകുമായിരുന്നു, എൻ്റെ കുഞ്ഞിനെയും കൂട്ടി. തുടരും. ഒട്ടും സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ചെറിയ രീതിയിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്നത്. 3-4 ദിവസത്തേക്ക് ഈ ഒരു ലിങ്കിൽ തന്നെയായിരിക്കും സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അൺസബ്സ്ക്രൈബ് ചെയ്യുക.